ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഇപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലെത്തിയിട്ടുള്ളത്. ഇനി ഇത് ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ശർക്കര മുതിരയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാം. ആദ്യം നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ ഈ ഒരു മുതിര. ഒരു അരമണിക്കൂറോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ശർക്കരപ്പാനി ഒരു 3-4 ശർക്കര പാനിയാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ വേണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് തിക്കായി കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത് എൻ്റെയും മോൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മ ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. അതിലേക്ക് അരിപ്പൊടി ഇടുന്നുണ്ട്, ചിലർ റാഗിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊന്നും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്കൊന്നും പൊടികൾ ആഡ് ചെയ്യാത്തതാണ് നല്ലത്. മുതിര നന്നായിട്ട് വേവണം, എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നോസ്റ്റാൾജിക് റെസിപ്പിയാണ്, അതുപോലെ നല്ല ഹെൽത്തി ആണല്ലോ. അങ്ങനെ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ശർക്കരപ്പയർ, ശർക്കര മുതിര അങ്ങനത്തെ ഐറ്റംസൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഇതാ ചായയൊക്കെ റെഡിയായി. മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഫ്രഷായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി അവർക്ക് ചായയൊക്കെ കൊടുക്കണം. ഈ ബൊറോസിലിൻ്റെ ഈ പോട്ട് കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഗ്യാസിൽ വെച്ചാൽ ഗ്ലാസ് അല്ലേ പൊട്ടിപ്പോവില്ലെന്ന്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് കേട്ടോ, ഇത് പൊട്ടൂല. ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. ആക്ച്വലി ഇത് കണ്ട് ഫസ്റ്റ് ടൈമിൽ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് എങ്ങനെ വെക്കാൻ പറ്റുക, ഇത് പൊട്ടൂലെന്നൊക്കെ. ഈ പൊട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കിത് ചായയൊക്കെ റെഡിയാക്കിയിട്ട് ഇതിൽ തന്നെ വെക്കാം. വീണ്ടും ചൂടാക്കാനോ ഒക്കെ നല്ല സുഖമാണ്. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ ഇതിനെ ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവെക്കാം. ഇതാ പ്ലാന്റ്സിനെല്ലാം ഒന്ന് നനച്ച് കൊടുക്കണം. ഈ ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കൂടിയിട്ടാണ് കേട്ടോ ഒരു ചെടി മോശമായി പോയിട്ടുണ്ടായിരുന്നു. ഇത് പുതിയത് വാങ്ങിയതാണ്. ഡെയിലി ഇതിനെ നനച്ചു കൊടുക്കാൻ പാടില്ല, ഒരു ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ നനക്കാറുള്ളത്. മറ്റുള്ള എല്ലാ ചെടികളും ഡെയിലി നനച്ചു കൊടുക്കുക. പിന്നെ അതാ മുറ്റത്തും കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അതിനൊന്ന് നനച്ചു കൊടുക്കണം. ഈ ഒരു ഇലല്ലേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര്. അങ്ങനെ കുറച്ച് പേരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയുന്നവർ വാട്സപ്പിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കൈത, ചോറ്റില, നെയ്ച്ചോറില, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിന്. ഓരോ പ്ലേസിലും ഓരോരോ പേരുകളായിരിക്കും. എന്താ കുട്ടികളുടെ ഷൂ ഒക്കെ ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെ തുടച്ചിട്ട് വെക്കും കേട്ടോ. രാവിലെ അതിനൊന്നും സമയം കിട്ടൂല. ഇതാ നാളേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ വെള്ളത്തിലിടുമ്പോൾ അതിലേക്ക് അല്പം വിനീഗറും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ അതിലെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. വെജിറ്റബിൾ ആണെങ്കിൽ അതിൻ്റെ പീല് കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരിക്കലും വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. അപ്പം അതിൻ്റെ പോഷകം നഷ്ടപ്പെടുകയും ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്നതാണ്. പിന്നെ അതാ നമ്മൾ വീട്ടിലുണ്ടായ വെജിറ്റബിൾ ഇങ്ങനെ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെക്കണ്ട. അപ്പോൾ അതിൽ നമ്മൾ വിഷങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ള പോഷകവും നഷ്ടപ്പെടും. അപ്പോൾ അതാ ഇനി കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീരയിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇക്കാൻ്റെ ആപ്പാൻ്റെ വീട്ടിൽ നിന്ന് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ അതിൽ വിഷങ്ങളൊന്നും അടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴുകി എടുത്തിട്ടുള്ളൂ, ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നാളേക്കുള്ളത് നമ്മൾ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാം. രാവിലെ എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കിട്ടൂല. ഇതെല്ലാം രാവിലെ കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അന്നത്തെ ദിവസം ഒരുപാട് സമയമാവും നമ്മുടെ ജോലികളൊക്കെ തീരാൻ. അപ്പോൾ ഇങ്ങനത്തെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ
കട്ട് ചെയ്ത് വെക്കുക. ഒരു ഈവനിങ്ങിൽ ഒരു അരമണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. ആ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഫ്രീ ആവാം. ആ ചീരൻ്റെ തണ്ട് നല്ല ഇളയ തണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കട്ടാക്കിയിട്ട് അങ്ങനെ കറിയിലിടാറുണ്ട്. ഇതെല്ലാം ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.